ഹായ് ഓൾ. നമ്മുടെ മഹാനടൻ മോഹൻലാൽ അങ്ങനെ ആദ്യമായി സംവിധാനം ചെയ്ത് ഇന്ന് റിലീസായ സിനിമയാണ് ബറോസ്. ജിജോ പുന്നൂസിൻ്റെ ഒരു നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. എനിക്ക് ഈ സിനിമ നല്ല പോലെ വർക്കായി. ഞാൻ അത്യാവശ്യം നല്ല എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ് ബറോസ്. സിനിമയുടെ പോസ്റ്റർ തൊട്ട് ട്രെയിലർ വരെ സിനിമയ്ക്ക് യാതൊരു ഹൈപ്പും ക്രിയേറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെയാണ് ഞാൻ സിനിമ കാണാൻ പോയത്. പക്ഷേ ഈ സിനിമ എന്നെ നല്ല പോലെ എൻജോയ് ചെയ്യിപ്പിച്ച് ഞാൻ നല്ലോണം ആസ്വദിച്ച് കണ്ടൊരു സിനിമയാണത്. സിനിമയുടെ ജോണർ വരുന്നത് ഒരു ഫാൻറ്റസി ഡ്രാമയാണ്. എന്താണ് ഫാൻറ്റസി ഡ്രാമ, എന്താണ് ഡ്രാമ ഫിലിംസ് എന്ന് നല്ല ബോധത്തോടെ നല്ലൊരു തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. പലരും റിവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ട് ഇത് കുട്ടികളുടെ സിനിമയാണ്, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ പോയി കാണും ഈ സിനിമ, നല്ലൊരു അപരാധം എന്നൊക്കെ. ഒന്നെങ്കിൽ അവർക്ക് ഈ ഡ്രാമ എന്താ അല്ലെങ്കിൽ ഫാൻറ്റസി ഡ്രാമ ജോണറിൽ വരുന്ന സിനിമ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാൻസിൻ്റെയോ അല്ലെങ്കിൽ ഈ സിനിമയെ മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ പറയുന്നതായിരിക്കും. അതല്ല, കാരണം ഇതങ്ങനെ ഒരു അപരാധം അല്ലെങ്കിൽ ഒരു ക്രിഞ്ച് എന്ന ലേബലിൽ കൂട്ടേണ്ട സിനിമയല്ല. നല്ലൊരു കഥയുള്ള നല്ലൊരു ഡീസൻറ്റ് മേക്കിംഗ് ഉള്ളൊരു സിനിമയാണ് ബറോസ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സിനിമയിലെ ഇമോഷണൽ കണക്ഷനാണ്. ഇപ്പോൾ മലയാള സിനിമ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. നല്ല കുറേ കഥയും നല്ലൊരു ആക്ഷനും എല്ലാം ഉണ്ടെങ്കിലും ഇമോഷണലായി പ്രേക്ഷകനെ ആ സിനിമയിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കാൻ പല സിനിമകൾക്കും കഴിയാറില്ല. പക്ഷേ ഈ സിനിമ ആദ്യം തൊട്ടേ കഥ നല്ല പോലെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ കഥയോടൊപ്പം നമ്മളെ ആ സിനിമയിലേക്ക് നന്നായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഈ സിനിമ. അവിടെയാണ് ഈ സിനിമ മെയിനായിട്ട് സക്സസ് ആയത്. പിന്നെ പടം ഒരു ഡ്രാമ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആർട്ടിഫിഷ്യാലിറ്റി എല്ലാം ഫീൽ ചെയ്യും. പലരും പറയുകയുണ്ടായി ഒരു നാടകം കാണുന്ന ഫീലായിരുന്നു, ഇതിലും ഭേദം നാടകം കാണുന്നതാണ് എന്നൊക്കെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാൻറ്റസി ഡ്രാമ എന്താണ്, അതെങ്ങനെയാണ് എന്ന് നല്ല ബോധമുണ്ടെങ്കിൽ ഈ സിനിമയെപ്പറ്റി ആരും അങ്ങനെ പറയില്ല, അതെനിക്ക് ഉറപ്പാണ്. ഈ സിനിമ ഡീഗാമ എന്നൊരു രാജാവിൻ്റെ നിധി കാക്കുന്ന ഭൂതമായ ബറോസിൻ്റെയും ഡീഗാമ രാജാവിൻ്റെ മകളായ ഇസയുടെയും കഥയാണ്. ശരിക്കും ഈ സിനിമ കുട്ടികളുടെ സിനിമയാണ് അല്ലെങ്കിൽ കുട്ടിയാണ് മെയിൻ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാണ് ഇറക്കിയതെങ്കിലും ഈ സിനിമ ശരിക്കും ബറോസിൻ്റെ കഥയാണ്. ഈ കഥാപാത്രമാണ് സിനിമയുടെ നട്ടെല്ല്. ഡീഗാമ എന്ന പോർച്ചുഗീസ് രാജാവിൻ്റെ വിശ്വസ്തനായ സേവകൻ, അതാണ് ബറോസ്. യജമാനെന്ന ജീവന് തുല്യം സ്നേഹിക്കുന്ന, അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന, എന്നാൽ അവസാനം എല്ലാവരാലും ചതിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ബറോസിൻ്റേത്. ആ കഥാപാത്രത്തിൻ്റെ ആ ഒരു ഇമോഷനും ആ ഒരു നിസ്സഹായാവസ്ഥയുമെല്ലാം മോഹൻലാൽ വളരെ ഭംഗിയായി പ്രകടിപ്പിച്ചു. ഒടുവിൽ ആ കഥാപാത്രം തിരിച്ചറിയുന്നു. മറ്റൊരാളുടെ നിധി 400 വർഷമായി താൻ കാവൽ നിൽക്കുമ്പോഴും ബറോസിന് വേണ്ടി കണ്ണീർ പൊഴിക്കുന്ന ആ ഒരു കുഞ്ഞു ഹൃദയമാണ് ബറോസിന് കിട്ടിയ ഏറ്റവും വലിയ നിധി. അതാണ് സിനിമയുടെ സ്റ്റോറി. ആ സിനിമ നൽകുന്ന മെസ്സേജ് അതാണ്. ചാർലി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന സിനിമയിലെല്ലാം നമ്മൾ കണ്ട അതേ രീതിയിലുള്ള ഒരു കഥാപറച്ചിലാണ് ഈ സിനിമയിലും. ഫാൻസിന് വേണ്ടി എടുത്ത കുറേ ഗിമ്മിക്കുകളും കുറേ ആക്ഷൻ സീനുകളെല്ലാം പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് നിരാശയായിരിക്കും ഫലം. ഈ ഒരു മെസ്സേജ് ഉൾക്കൊണ്ട് ആ സിനിമ കാണുന്നവർക്ക് വളരെയധികം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയും ഈ സിനിമ. മോഹൻലാലിൻ്റെ ഒപ്പം വരുന്ന ബുഡു എന്നൊരു ക്യാരക്ടർ ആദ്യം നമുക്ക് കുറച്ച് അരോചകമായി തോന്നുമെങ്കിലും പിന്നീട് ആ ക്യാരക്ടർ നന്നായിട്ട് ഡെവലപ്പ് ആകുന്നുണ്ട്. നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെടും ആ ഒരു ക്യാരക്ടറിനോട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫാൻറ്റസി ഡ്രാമയാണ്, ഒരു മാജിക്കൽ ഫാൻറ്റസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഹാരി പോട്ടർ എന്ന സിനിമയിലെല്ലാം നമ്മൾ കണ്ട പോലെ ഒരു മാജിക്കൽ ടച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഈ പടത്തിന് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും എല്ലാം വളരെ മികച്ചു നിന്ന്. രണ്ടാം പകുതി ആകുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു മ്യൂസിക്കൽ ഡ്രാമയാണോ എന്ന്, കാരണം 2 പാട്ടുകൾ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വളരെ മനോഹരമായിരുന്നു. മ്യൂസിക് മാത്രമല്ല, സിനിമയുടെ ടെക്നിക്കൽ സൈഡെല്ലാം വളരെ മികച്ചു നിന്നു. ക്യാമറ ചെയ്ത സന്തോഷ് ശിവൻ ഉൾപ്പെടെ ബാക്കി എല്ലാ ടീം അംഗങ്ങളും വളരെ മികച്ച ഒരു വർക്ക് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തത്. മലയാളത്തിൽ ഇപ്പോൾ കുറേ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വന്നിട്ടുണ്ട്. മരക്കാർ ഉൾപ്പെടെ പല സിനിമകളും ഈ ലേബലിൽ വന്ന് പരാജയപ്പെട്ട ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ സിനിമ അത്രയ്ക്കങ്ങ് കൊട്ടിഘോഷിക്കപ്പെട്ടില്ലെങ്കിലും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ഇതൊരു വലിയ ക്യാൻവാസിലെടുത്ത സിനിമയാണ് എന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും. അത്തരത്തിലാണ് അതിൻ്റെ വിഷ്വൽസും ടെക്നിക്കൽ സൈഡുമെല്ലാം. പൂർണ്ണമായി 3Dയിൽ ഷൂട്ട് ചെയ്തത് കൊണ്ട് തന്നെ 3D എക്സ്പീരിയൻസ് എല്ലാം വളരെ നല്ലതായിരുന്നു. ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയെല്ലാം ഫാൻസിനെ തൃപ്തിപ്പെടുത്തണം അല്ലെങ്കിൽ കുറേ മസാലകളെല്ലാം വേണം എന്നുള്ള ക്ലീഷേ ചിന്താഗതി മാറ്റി നിർത്തിയാൽ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നൊരു സിനിമയാണിത്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ ഫാമിലിയോടൊപ്പം പോയി കാണാൻ പറ്റുന്ന, തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന നല്ലൊരു സിനിമാനുഭവം തന്നെയാണ് ബറോസ്. 2024 തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം തിയേറ്ററിൽ പോയി കണ്ട സിനിമ ലാലേട്ടൻ്റെ ആയിരുന്നു, മലക്കോട്ടെ വാലിബൻ. സിനിമ എനിക്കല്പം നിരാശ തന്നെങ്കിലും 2024 അവസാനം ഒരു നല്ല സിനിമ തന്നെ നൽകിയാണ് ലാലേട്ടൻ നമ്മളെ 2025 പറഞ്ഞയക്കുന്നത്. ബറോസിൻ്റെ നെഗറ്റീവായി എനിക്ക് ഫീൽ ചെയ്തത് സിനിമയുടെ ഡ്യൂറേഷനും പിന്നെ ഇടയ്ക്ക് അങ്ങ് സ്ലോ പേസിലേക്ക് പോകുന്നതുമാണ്. അത്യാവശ്യം ലാഗുണ്ട് സിനിമയിൽ. ക്ലൈമാക്സ് ഒക്കെ ആവുമ്പോൾ അല്പം വലിച്ചു നീട്ടൽ നമുക്ക് അനുഭവപ്പെടും. അത് മാറ്റി നിർത്തിയാൽ നല്ലൊരു അനുഭവം തന്നെയാണ് ബറോസ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.